സെമിയോട്ടിക്കായുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ അമ്പലപ്പുഴ, ചെങ്ങന്നൂർ. ആദ്യമായി തന്നെ നമുക്ക് അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. LDF സ്ഥാനാർത്ഥി H സലാം, UDF സ്ഥാനാർത്ഥി G സുധാകരൻ, NDA സ്ഥാനാർത്ഥി അരുൺ അനിരുദ്ധൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി H സലാം വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് അമ്പലപ്പുഴ. അന്ന് അദ്ദേഹം 45% വോട്ട് വിഹിതമാണ് ഇവിടെ നേടിയത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഓരോ ഘടകങ്ങളിലും അമ്പലപ്പുഴയിലെ സമ്മതിദായകർ എങ്ങനെ ഓരോ മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് അമ്പലപ്പുഴയിലെ സമ്മതിദായകർ 1ാം സ്ഥാനം കൊടുക്കുന്നത് LDFനാണ്, UDFന് 2ാം സ്ഥാനം. യുവജന പിന്തുണയിൽ UDF 1ാം സ്ഥാനത്ത്, NDA 2ാം സ്ഥാനത്താണ്. വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാഠവും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ ഘടകങ്ങളിലെല്ലാം UDF 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തുമാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും സെമിയോട്ടിക്ക AI കീറിമുറിച്ച് സമഗ്രമായ അവഗ്രഥനം ചെയ്യുകയാണ്. നമുക്ക് നോക്കാം അമ്പലപ്പുഴ ആര് ജയിക്കും. അമ്പലപ്പുഴയിൽ UDFന് ഒരു വ്യക്തമായ ഭൂരിപക്ഷമാണ് ഇവിടെ കാണുന്നത്. സെമിയോട്ടിക്ക AI പ്രവചിക്കുകയാണ് 43.68% വോട്ട് വിഹിതമാണ് G സുധാകരനോട് ലഭിക്കുവാൻ പോകുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 35% വോട്ട് വീതവും NDA സ്ഥാനാർത്ഥിക്ക് 22% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി സജി ചെറിയാൻ, UDF സ്ഥാനാർത്ഥി AB കുര്യാക്കോസ്, NDA സ്ഥാനാർത്ഥി MV ഗോപകുമാർ. ചെങ്ങന്നൂരിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ്. അന്ന് അദ്ദേഹത്തിന് 49% വോട്ട് വിഹിതം ഇവിടെ ലഭിക്കുകയുണ്ടായി. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ ചെങ്ങന്നൂരിലെ സമ്മതിദായകർ എങ്ങനെയാണ് ഓരോ മുന്നണികളെയും വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിൽ LDFനാണ് 1ാം സ്ഥാനം, UDF 2ാം സ്ഥാനത്താണ്. യുവജന പിന്തുണയിൽ NDA 1ാം സ്ഥാനത്താണ്, LDF 2ാം സ്ഥാനത്തും. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ LDF 1ാം സ്ഥാനത്തും UDF 2ാം സ്ഥാനത്തുമാണ്. നേതൃപാഠവത്തിൽ LDF 1ാം സ്ഥാനത്തും NDA 2ാം സ്ഥാനത്തുമാണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തുമാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും സെമിയോട്ടിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമഗ്രമായി അപഗ്രഥിച്ചുകൊണ്ട് നമുക്കായി പ്രവചിക്കുകയാണ് ആര് ഈ മണ്ഡലം ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ കാണുന്നത്. LDF സ്ഥാനാർത്ഥിയായ സജി ചെറിയാൻ 36% വോട്ട് വീതം നേടുമെന്നാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 33.22% വോട്ട് വീതവും NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 31% വോട്ട് വീതവും ലഭിക്കുമെന്ന് സെമിയോട്ടിക്ക AI പ്രവചിക്കുക. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.